നമസ്കാരം. തലവേദന എപ്പോഴെങ്കിലും ആയിട്ട് വരാത്തവരായിട്ട് ആരുമില്ല. വന്ന തലവേദന വല്ല ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് ചിന്തിക്കാത്തവരായിട്ടുള്ള തലവേദനക്കാരുമില്ല. ഞാൻ ഡോക്ടർ ഷാഹിദ് ഷമീം, ന്യൂറോ സർജൻ. തലവേദനകൾ പലതരമാണ്, അറിയാലോ. എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമാണോ? നമ്മുടെ സാധാരണ രീതിയിൽ തലവേദനയുടെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ സവിശേഷതകൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തലവേദന വല്ല ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ടുള്ളതാണോ എന്നുള്ള സംശയം ഉളവാക്കാനായിട്ട്. ഇപ്പൊ എൻ്റെ കൂട്ടുകാരന് അസ്കറിനാണെങ്കിൽ തലവേദന വരുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭാര്യനോട് സംസാരിക്കുമ്പോഴാണ്. അത് പക്ഷേ ഈ കാറ്റഗറിയിൽ പെടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും തലവേദന വരുന്നുണ്ടാവുക. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ട് സംശയിക്കേണ്ട തലവേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പുതിയതായിട്ട് വരുന്ന തലവേദനകൾ. രണ്ട്, ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന തലവേദന അതിന്റെ ക്യാരക്ടർ മാറിയിരിക്കുന്നു, മുമ്പുള്ള സ്വഭാവം അല്ല ഇപ്പോൾ. ഛർദി, തലവേദനയുടെ കൂടെ ഛർദി വരുന്നു. ഇത്തരം കാര്യങ്ങളുള്ള ഒരു തലവേദനയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സംശയമുള്ള കാര്യമാണ്. ഈ പറയുന്നതിൽ പെടാത്തതാണ് നമ്മുടെ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ രോഗികൾക്ക് കാണുന്നത്. അവർക്ക് ചെറുപ്പം മുതലേ തലവേദന ഉണ്ടാവും. അവർക്ക് പ്രത്യേക ഒരു സമയത്തായിരിക്കും തലവേദന വരുന്നത്. ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും തലവേദന കൂടുതൽ ഉണ്ടാവുക. അവർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്ന തലവേദന വന്നേക്കാം. ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ല്, ചില പെർഫ്യൂം ഒക്കെ കിട്ടിയാൽ അത് തലവേദന വന്നേക്കാം. വെയിൽ കൊണ്ടാൽ തലവേദന വന്നേക്കാം. നല്ലൊരു ബാസുള്ള ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിന്റെ ശബ്ദം കേട്ടാൽ, ഒരു ഗാനമേളന്റെ അവിടെ പോയി വന്ന തലവേദന വന്നേക്കാം. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ആണെങ്കിൽ മിക്കവാറും അത് ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നതായിരിക്കും. ഇതിൽ പെടാത്ത പുതുതായി വന്ന തലവേദന, അതിന്റെ കൂടെ ഛർദി അതിന്റെ കൂടെ തന്നെ വരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ തലന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവുക. ഇപ്പോ ഈ തലന്റെ ഉള്ളിലൊരു ലീഷൻ നമുക്കറിയാലോ, ഇതൊരു അടഞ്ഞ മുറി പോലെയാണ് ഈ തലയോട്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ ബ്രെയിൻ ഇങ്ങനെ സമാധാനമായിട്ട് സ്വൈരവിഹാരം ചെയ്ത് നടന്നു പോരുന്നത്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു ലീഷൻ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ, ആ തടിപ്പിനെ കൊണ്ടുള്ള തള്ളിച്ച കാരണം ബാക്കിയുള്ള ബ്രെയിനിനെ ഒരു അമർച്ച ഉണ്ടാവും. പിന്നെ ആ വന്ന തടിപ്പിനെ കൊണ്ട് അതിൻ്റെ ചുറ്റും നീർക്കെട്ട് വരും, ബോഡീൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്ക്. ആ നീർക്കെട്ടും കൂടെ കൂടിയിട്ട് തലന്റെ ഉള്ളിലെ മർദ്ദം കൂട്ടിയിട്ട് കുറെ സിംറ്റംസ് ഉണ്ടാക്കും. സിംറ്റംസ് എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ കാണും. എന്തൊക്കെ? ഒന്ന്, ഈ പറഞ്ഞ തലവേദന, ഛർദി, കണ്ണിൽ ബ്ലറിങ് വരിക, കാഴ്ച അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതൊക്കെ അങ്ങനത്തെ അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്, ഈ മർദ്ദം കൂടുന്ന അവസ്ഥയിൽ. പക്ഷേ ഈ ലീഷൻ എവിടെ വന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് കുറെ സിംറ്റംസ് വേറെ ഉണ്ട്. ഒരു തലവേദന മാത്രമല്ല, ബ്രെയിൻ ട്യൂമറിന്റെ സിംറ്റംസ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇപ്പൊ സീഷർ അല്ലെങ്കിൽ അപസ്മാരം നമുക്ക് ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ട് വരാം. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്നറിയാലോ. അവിടുത്തെ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയയിൽ ഒരു ലീഷൻ, എന്തെങ്കിലും തരത്തിൽ ഒരു അമർച്ചയോ അല്ലെങ്കിൽ നീർക്കെട്ടിനോടുള്ള അമർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപസ്മാരം വന്നേക്കാം. അപസ്മാരം ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അപസ്മാരം വരും, ചിലപ്പോൾ പാർഷ്യൽ, ഒരു സൈഡ് മാത്രമുള്ള അങ്ങനെയുള്ള അപസ്മാരങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ട്വിച്ചിങ് മൂവ്മെന്റ്, അങ്ങനത്തെ അപസ്മാരം വരാം. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇതും അതിന്റെ കൂടെ തലവേദന ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി, ഇത് എവിടെയാണോ ഈ ലീഷൻ വരുന്നത് അതിനനുസരിച്ചിട്ട് വേറെയും കുറെ ഫൈൻഡിങ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നെറ്റിയുടെ തൊട്ട് താഴെയുള്ള നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സിനിമയിലെ കാണുന്ന പോലെ സ്വഭാവ വ്യതിയാനം ഉണ്ടാവും ആളുടെ. അതേപോലെ ചിലപ്പം സ്മെല്ല് നഷ്ടപ്പെടാം. അതേപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ അടുത്തോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോ ഉള്ള ട്യൂമേഴ്സിലാണെങ്കിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതിനെ കൊണ്ടുള്ള സിംറ്റംസ് വേറെ ഉണ്ടാകും. അതേപോലെ പക്ഷാഘാതം, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോവാം. സംസാരശേഷി ഇല്ലാതെ ആവാം. പുറകിൽ നമ്മുടെ സെറിബെല്ലത്തിന്റെ അവിടേക്കുള്ള ലീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകോർഡിനേഷൻ അല്ലെങ്കിൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് കിട്ടായിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ബ്രെയിൻ സ്റ്റെമ്മിൽ ഉള്ള വല്ല വിഷയങ്ങളാണെങ്കിൽ അതാത് ക്രേനിയൽ നെർവ്സ്, നമ്മുടെ മുഖത്തിൻ്റെയും കണ്ണിൻ്റെ മൂവ്മെന്റുകളുടെയും ടേസ്റ്റിൻ്റെ തുടങ്ങിയിട്ടുള്ള പല ഞരമ്പുകൾ അഫക്റ്റഡ് ആവാം. ഓക്കെ, ഇത്ര സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അതെന്തായാലും നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നോക്കേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാ തലവേദനയും നേരെ പിടിച്ച് സ്കാൻ ചെയ്യാൻ ഒരു ഫിസിഷ്യൻ പറയുമോ എന്നുള്ളതാണ്.
മിക്ക കേസുകളിലും ഇല്ല. അധിക തലവേദനകൾ ഈ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ്റെ വകുപ്പിൽപ്പെട്ട തരം ഹെഡേക്കുകളാണ്. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും തരത്തിലൊരു സംശയം ഉളവാക്കുന്ന തലവേദനയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു CT സ്കാനെങ്കിലും എടുക്കാൻ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന പോലെ CT സ്കാനുണ്ട്, MRI സ്കാനുണ്ട്. നമുക്ക് തല സ്കാൻ ചെയ്യാൻ ഈ രണ്ട് സംഗതികളാണ് മെയിൻലി ഉള്ളത്. CT സ്കാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് സ്കാനാണ്. അതൊരിക്കലും ഒരു ഭയങ്കര ഒരുപാട് ഡീറ്റെയിൽസ് തരുന്ന ഒരു സ്കാനിങ് അല്ല. എന്നിരുന്നാലും ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ലീഷൻ അല്ലെങ്കിൽ ഒരു തടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CT സ്കാനിൽ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് MRI എടുത്ത് നോക്കണം എന്നുള്ള ഒരു ധാരണയെങ്കിലും നമുക്ക് CT സ്കാനിന് മനസ്സിലാവും, സംശയം തോന്നും. MRI സ്കാനുകളിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ സർജറി പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് MRI സ്കാനിങ് ആണ് വേണ്ടി വരിക. ഇത് എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടെങ്കിലും ഞങ്ങൾക്ക് ഈ തലവേദന 1-2 വർഷം മുമ്പ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 40 വയസ്സുള്ള ലേഡി 2 വർഷം മുമ്പാണ് തലവേദന തുടങ്ങിയത്. പാരസറ്റമോൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. അടുത്തുള്ള ലോക്കൽ ഫിസിഷ്യനെ കാണിക്കും. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരേ ആളെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല, മാറി മാറി കണ്ടതായിരിക്കണം. സംഭവം ഈ 2 വർഷം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു മെനിഞ്ചിയോമ എന്ന് പറയപ്പെടുന്ന ഒരു ട്യൂമർ ഉണ്ട്. അപ്പം എല്ലാ ട്യൂമറും ക്യാൻസർ അല്ല. എന്നിരുന്നാലും ഇത്രയും മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം തലയ്ക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ള ചികിത്സ എടുക്കണമല്ലോ. നിങ്ങളുടെ തലവേദന ബ്രെയിൻ ട്യൂമറിന്റെ ആണ് എന്നുള്ള സംശയം ഈ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, ബൈ.